ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ചക്കക്കുരു നന്നാക്കുന്നത് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചിരണ്ടി അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും നന്നാക്കുന്നത്. എന്നാലും നമുക്ക് ഈ ഒരു ചക്കക്കുരു ഇതുപോലെ 4ആയിട്ട് കീറിയതിന് ശേഷം അതിൻ്റെ തോട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ അടർത്തി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ക്ലീൻ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ കളയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കളയാൻ താല്പര്യമുള്ളവർക്ക് അത് കളഞ്ഞിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് രീതിയിലൊക്കെ ഞാനിത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിലൊരുപാട് ഗുണങ്ങളുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു തൊലി പെടുന്നത് അത്ര ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ഞാനൊരു 2 പ്രാവശ്യമായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ അരിഞ്ഞിട്ട് ഒരേ വലുപ്പത്തിലൊക്കെ അരിയാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഒരു മാങ്ങ, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിയുടെ അതിനനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ കുക്കറിലൂടെയൊക്കെ അതിങ്ങനെ ഒലിച്ചിട്ട് വരാനായിട്ടൊക്കെ തുടങ്ങും. ആ വിസിലിൻ്റെ ഭാഗത്തുകൂടിയൊക്കെ ഒലിച്ച് വരും. അതുകൊണ്ട് പാകത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്കൊരു 2 വിസിൽ വരെ നമുക്കതൊന്ന് അടുപ്പിച്ചെടുക്കാം. ഇനി അത് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഒക്കെ ഉലുവ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ കറിയിലേക്കൊക്കെ ഇടുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് വറുത്ത് അതിൻ്റെ കളറ് മാറി അങ്ങനെ ആവരണ്ട. ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് ആകുന്നത് വരെ മാത്രം നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വറുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രം എടുക്കുക. അത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഒരു 1/4 മുറി തേങ്ങയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി കൂടി ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ. ഈ ഒരു ഉലുവ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഉള്ളത്. നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു രുചിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് ചൂടൊക്കെ മാറിയതിന് ശേഷമുള്ള ഒരു വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ പച്ചവെള്ളത്തിലല്ല ഇനി നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരുയൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്തുടയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ടൊക്കെ കിട്ടണമല്ലോ. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് വെന്തിട്ടും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചില ചക്കക്കുരുകളൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായി വരാനും അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോഴും തിളപ്പിച്ച് എടുത്തിട്ടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ വീണ്ടും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് കേടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം, അതായത് ഈ അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇനി തിളപ്പിക്കുന്നില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് മാറും. ആ തേങ്ങയുടെയൊക്കെ ആ ഒരു രുചി തന്നെ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നിങ്ങനെ തിള വരുമ്പോൾ നമുക്ക്
സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുളിയും എല്ലാ കാര്യങ്ങളും ഇതിൽ നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം തന്നെ ഈ ഒരു കറിക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ മാങ്ങയുടെ അളവൊക്കെ നിങ്ങൾ നന്നായിട്ട് പുളിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവിൽ നിന്ന് നമ്മുടെ കറി മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോഴാണ് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി പുറത്തേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ വറ്റൽമുളകൊക്കെ ഇടുന്നതൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അതുപോലെ ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല മണമൊക്കെയുള്ള നല്ല രുചിയുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ വറവിട്ടതിന് ശേഷം കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ അതിലുള്ള ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ കറിയിൽ തന്നെ അതങ്ങോട്ട് കിട്ടിക്കോളും. പുറത്തൊന്നും പോവാതെ തന്നെ കിട്ടിക്കോളും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പച്ചത്തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ വെച്ച് വെക്കുകയാണൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ കറി കേടാവില്ല കേട്ടോ. അപ്പോൾ 1-2 ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കുന്നതിന് തന്നെയാണ് ചക്കക്കുരു മാങ്ങാക്കറിയൊക്കെ. എന്നാൽ പലരും ഇതേപോലെ ഉലുവയൊന്നും ചേർത്തിട്ട് ചിലരെങ്കിലും തയ്യാറാക്കാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുവിധം എല്ലാവർക്കും ചക്കക്കുരുവൊക്കെ കിട്ടുന്ന ആ ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെ നല്ല നല്ല കറികളും അതുപോലെ തന്നെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും എല്ലാം നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.